കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കേരള സർവകലാശാല ഡിഗ്രി 5th സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം അണ്ടർ CBCS സിസ്റ്റം 5th സെമസ്റ്റർ BCom വിദ്യാർത്ഥികളുടെ BSc BA വിദ്യാർത്ഥികളുടെ 5th സെമസ്റ്റർ എക്സാമിനേഷൻ്റെ 2022 അഡ്മിഷൻ റെഗുലർ വിദ്യാർത്ഥികളുടെ അതുപോലെ തന്നെ സപ്ലിമെൻ്ററി 2020-2021 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ 2013 മുതൽ 18 വരെയുള്ള വിദ്യാർത്ഥികളുടെ മേഴ്സി ചാൻസ് എക്സാമിനേഷൻ്റെ ടൈം ടേബിളാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സാമിൻ്റെ ടൈമൊക്കെ പഴയതുപോലെ തന്നെയാണ്. 1:30 മുതൽ 4:30 വരെയാണ്. ഫ്രൈഡേ ദിവസങ്ങളിൽ 2 മണി മുതൽ 5 മണി വരെയാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് BCom വിദ്യാർത്ഥികളുടെയാണ്. അതുപോലെ തന്നെ BCom വിദ്യാർത്ഥികൾക്ക് നമ്മൾ 5th സെമസ്റ്ററിൽ പെയ്ഡ് ക്ലാസ് ആയിട്ട് ഇൻകം ടാക്സും കോസ്റ്റ് അക്കൗണ്ടിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം വരെയുള്ള ഒരു ക്രാഷ് കോഴ്സായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം ലഭിക്കുന്നതായിരിക്കും. ഒരു വിദ്യാർത്ഥികളും പരാജയപ്പെടില്ല. അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 16 മുതലാണ്. ഡിസംബർ 16 ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണ് ഫസ്റ്റ് സബ്ജക്റ്റ്. 2018-20 അഡ്മിഷൻ വിദ്യാർത്ഥികൾ അത് മുതലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണ് എക്സാം ആയിട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ 18 ഒരു ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് എക്സാം വരുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും 2013 മുതലുള്ള വിദ്യാർത്ഥികൾക്കും കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ എക്സാം വരുന്നത് 31 ഉള്ളൂ. അതായത് ക്രിസ്മസ് വെക്കേഷന് ശേഷമാണ് എക്സാം വരുന്നത്. ക്രിസ്മസ് വെക്കേഷന് മുമ്പാണ് ഇൻകം ടാക്സും കോസ്റ്റ് അക്കൗണ്ടിങ്ങും. അതിനുശേഷമാണ് പിന്നീട് 31 ഡിസംബർ 31 മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ് 2018-20 അഡ്മിഷൻ ഓൺവേർഡ്സ് വിദ്യാർത്ഥികൾക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ വരുന്നത് ജനുവരി 3 ആണ്. നിങ്ങളുടെ ഇലക്റ്റീവ് സബ്ജക്റ്റ് ആണ് എക്സാം ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ഇലക്റ്റീവ് സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് അന്ന് എക്സാം ആയിട്ട് വരും. ശേഷം വരുന്നത് ജനുവരി 8 ആണ്. ജനുവരി 8 നിങ്ങളുടെ ഓപ്പൺ കോഴ്സിൻ്റെ എക്സാം ആണ് വരുന്നത്. ഇങ്ങനെയാണ് എക്സാമുകൾ. ക്രിസ്മസ് വെക്കേഷന് മുമ്പ് 2 എക്സാമുകളാണ് 16 അതുപോലെ തന്നെ 18 ബാക്കി 3 എക്സാമുകളും വരുന്നത് ക്രിസ്മസ് വെക്കേഷന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്